ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hi all, welcome to Lakshya School Plus. This is me Roshna, your economics faculty. നമ്മൾ റിവിഷൻ സീരീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 5 മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിൽ എക്സാമിന് വരുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്തില്ലേ? അപ്പോൾ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടും കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന് ഇതൊന്നും അറിയില്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളിവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് അറിയാത്ത ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതൊക്കെ ഷെയർ ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു പോയിന്റിൽ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇക്വിലിബ്രിയം? ഈക്വൽ ആവുന്ന പോയിന്റ്. എന്തൊക്കെയാണ് അവിടെ ഈക്വൽ ആവുന്നത്? മാർക്കറ്റ് സപ്ലൈയും മാർക്കറ്റ് ഡിമാൻഡും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സപ്ലൈ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിമാൻഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രൈസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, സപ്ലൈ എങ്ങനെയാണ് വരുന്നത്, ഡിമാൻഡ് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി പഠിക്കാനുള്ള ഇക്വിലിബ്രിയം ഇതെല്ലാം കൂടിയുള്ള ഒരു പോർഷനാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇതിൽ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡിന് ഈക്വൽ ആവുന്ന പോയിന്റിന് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ആ ഒരു പോയിന്റിലാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഈക്വൽ ടു സെയിൽസ് അല്ലേ നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പോയിന്റ് വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എവിടെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, അതിന് ഫാക്ടേഴ്സ് എന്തൊക്കെ കൺസിഡർ ചെയ്യണം, 3 കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പോൾ ആ പ്രൈസിൽ നമ്മൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ, അതാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇൻ ഇക്വിലിബ്രിയം ദ ആഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി ദാറ്റ് ഓൾ ഫേംസ് വിഷ് ടു സെൽ ഈക്വൽ ടു ദ ക്വാണ്ടിറ്റി ദാറ്റ് ഓൾ ദ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് വിഷ് ടു ബൈ. ഫേംസ് എത്രയാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനായിരിക്കും കൺസ്യൂമർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ പോയിന്റിൽ വരുന്ന പ്രൈസിന് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മൾ ഏത് പ്രൈസിലാണോ സെല് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത് ആ പ്രൈസിനാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന് ക്വാണ്ടിറ്റിയെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയും. ഏത് ക്വാണ്ടിറ്റി ആണോ അതിൽ പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്യപ്പെടുന്നത് അത് നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയും. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽ ആവുന്ന പോയിന്റ്. അതൊരു പെർട്ടിക്കുലർ പ്രൈസിലായിരിക്കും, ഇക്വിലിബ്രിയം പ്രൈസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ്. ഇപ്പോൾ ഡിമാൻഡും സപ്ലൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിൽ ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം, ഇത് ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് ആണ്, ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് പെർട്ടിക്കുലർ പ്രൈസ് ആണ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടിലും സെയിം ആയിരിക്കണം. ആ പ്രൈസിൽ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും ആ പ്രൈസിൽ തന്നെയാണ് സെല് ചെയ്യപ്പെടുന്നതും. ഇനി ഈ ഒരു പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റിന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 കാര്യങ്ങൾ കാണാൻ പറ്റും. എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും. ഡിമാൻഡ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് സപ്ലൈ ഈക്വൽ ആകുമ്പോൾ അവിടെ ഒന്നും എക്സസ് വരുന്നില്ല അല്ലെ. ഡിമാൻഡും എക്സസ് വരുന്നില്ല, സപ്ലൈ എക്സസ് വരുന്നില്ല. എത്രയാണ് ആൾക്കാർ ചോദിക്കുന്നത്? ഇപ്പം ആൾക്കാർക്ക് ആവശ്യം 1000 യൂണിറ്റ്സ് ആണെങ്കിൽ അവിടെ മാർക്കറ്റിൽ സെല് ചെയ്യപ്പെടുന്നതും 1000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആയിപ്പോയി. ഇനി ആൾക്കാർക്ക് ആവശ്യം 1000 യൂണിറ്റ്സ് ആണ്, സെല് ചെയ്യപ്പെടുന്ന 500 യൂണിറ്റ്സ് ആണെങ്കിൽ അവിടെ എന്തായി? 500 യൂണിറ്റ്സിന് ഷോർട്ടേജ് വന്നു. എവിടെ ഷോർട്ടേജ് വന്നു? സപ്ലൈയിൽ ഷോർട്ടേജ് വന്നു. സപ്ലൈയിൽ ഷോർട്ടേജ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഡിമാൻഡ് കൂടുതലാണ് അവിടെ അല്ലേ. നമ്മൾ 500 പ്രൊഡ്യൂസ് ചെയ്യുന്ന 1000 ആണ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ അവിടെ 500 ഡിമാൻഡ് എക്സസ് ആണെന്ന് പറയാം. ഇനി ഓപ്പോസിറ്റ് വരുവാണ്, നമ്മൾ 500 ആണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്,
300 ആണ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ അവിടെ 200 എക്സസ് വന്നു. എന്താ അത് എക്സസ്? എക്സസ് സപ്ലൈ. ഇത് തന്നെയാണ് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ എന്നും പറയുന്നത്. അത് നമ്മൾ ഇക്വിലിബ്രിയം ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ പഠിക്കാമെന്ന് മനസ്സിലാവാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 0 എക്സസ് ഡിമാൻഡും 0 എക്സസ് സപ്ലൈ ഉള്ള ഒരു പോയിന്റിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് അല്ലാത്ത എല്ലാ സ്ഥലത്തും ഒന്നുകിൽ എക്സസ് സപ്ലൈ ഉണ്ടാവും അല്ലെങ്കിൽ എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? എന്താ ഇക്വിലിബ്രിയം എന്താണ്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കില്ലേ അപ്പോൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് വന്നത്? ഇക്വിലിബ്രിയം വന്നത്. ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പോയിന്റ് വന്നു. ഇക്വിലിബ്രിയം പോയിന്റിന്റെ ആ പോയിന്റിലാണ് നമുക്ക് ഈ പ്രൈസ്. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി ഇതിന്റെ മേലെയും താഴെ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ഈ പോയിന്റിന്റെ മേലെ നമ്മൾ സപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ മേലെയാണ് പ്രൈസ് ഇരിക്കുന്നത്. അപ്പൊ ആ പ്രൈസ് കൂടുതലാകുന്ന സമയത്ത് നമ്മുടെ സപ്ലൈ ഇവിടെ കിടക്കുന്നത് അല്ലേ. ഇവിടെയാണ് നമ്മുടെ സപ്ലൈ കിടക്കുന്നത്. പ്രൈസ് P2 സമയത്ത്. അതേസമയം ഡിമാൻഡ് കിടക്കുന്ന എവിടെയാ? ഇവിടെയാണ് ഡിമാൻഡ് കിടക്കുന്നത് അല്ലെ. ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് എവിടെയാണ് കിടക്കുന്നത്? സപ്ലൈ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ ഇവിടെ എന്താ കൂടുതൽ? ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ, ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷെ ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിൽ എന്ത് വന്നു? നമുക്ക് എക്സസ് സപ്ലൈ വന്നു അല്ലേ. എക്സസ് സപ്ലൈ എപ്പോഴാണ് വന്നത്? നമ്മുടെ പ്രൈസ് എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസിന്റെ മേലെ ആയിരിക്കുന്ന സമയത്ത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്ന? ഇക്വിലിബ്രിയം പ്രൈസിന്റെ മേലെ ആയിരിക്കുന്ന സമയത്ത് പ്രൈസ് കൂടുതലാണ്. അപ്പൊ ഫേംസ് എന്ത് പറയും? ഓക്കെ, എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അവർ കൂടുതൽ അങ്ങ് സെല് ചെയ്യാൻ നോക്കും. പക്ഷെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന കുറയില്ലേ, ഡിമാൻഡ് കുറയില്ല. അപ്പൊ ഡിമാൻഡ് കുറഞ്ഞു, സപ്ലൈ കൂടി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? എക്സസ് സപ്ലൈ ഉണ്ടായി. ഇനി ഇതിന്റെ താഴെ ഒരു പ്രൈസ് നോക്കാം. വില കുറഞ്ഞ സമയത്ത് ഡിമാൻഡ് അങ്ങ് കൂടും അല്ലേ. ഇതാണ് ഡിമാൻഡ് വരുന്നത്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, പക്ഷെ വില കുറഞ്ഞപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. ഈ പ്രൈസിൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേംസിന് പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സപ്ലൈ അങ്ങ് കുറക്കും. അപ്പോൾ ഈ ഡിഫറൻസ് ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് ഇത്രയാണ് വരുന്നത്, ഡിമാൻഡും സപ്ലൈ കുറവാണ്, ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? എക്സസ് ഡിമാൻഡ് ഉണ്ടായി. ഇതാണ് എക്സസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എപ്പോഴാണ് എക്സസ് സപ്ലൈ വരുന്നത്? പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ ചെയ്യുന്നത് കൂടും, പക്ഷെ ഡിമാൻഡ് അത്ര ഉണ്ടാവുന്നില്ല. ഇനി പ്രൈസ് കുറയുന്ന സമയത്ത് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി ഓടിച്ചാടി വരും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഫേംസിന് പ്രോഫിറ്റ് ഇല്ല, അവർ സെല് ചെയ്യുന്നില്ല, അവർ കുറച്ചേ സെല് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സപ്ലൈ കുറഞ്ഞു, ഡിമാൻഡ് എക്സസ് ആയി. ഇതാണ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുമ്പോഴാണോ പ്രൈസ് കുറയുമ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ്, അത്ര എഴുതിയാൽ മതി. എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് എക്സസ് ഡിമാൻഡ് വരുന്നത്, എവിടെയാണ് ഏത് പ്രൈസിലാണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിന്റെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ നോട്ടായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഐഡന്റിക്കൽ ഫാം പ്രൊഡ്യൂസിങ് സെയിം ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. സപ്പോസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ കർവ്. നമ്മൾ ഡിമാൻഡ് കർവിൻ്റെയും സപ്ലൈ കർവിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡിമാൻഡ് കർവിൻ്റെയും സപ്ലൈ കർവിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു 200 മൈനസ് പി അല്ലേ. ഇനി ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈക്വൽ ടു 120 പ്ലസ് പി. ഇവിടെ പ്രൈസ് എവിടെയാണ് വരുന്നത്? ലെസ് ദാൻ 200 ആണ് വരുന്നത്. ഇനി മോർ ദാൻ 200 ആണെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കാം, 0 വരുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്? പ്രൈസ് മോർ ദാൻ 200 കൂടുതൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് ഇല്ല. ക്വാണ്ടിറ്റി ഡിമാൻഡ് 0 ആണ്. അപ്പം 200 കുറവായിരിക്കണം, 0 കൂടുതലായിരിക്കണം. അതാണ് നമ്മുടെ ഡിമാൻഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. സപ്ലൈഡ് ഇക്വേഷൻ എന്താ വന്നത്? സപ്ലൈഡ് ഇക്വേഷൻ വന്ന 120 പ്ലസ് പി ആണ്. ഇവിടെ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. 10-നെക്കാട്ട് കൂടുതലാണ്, പക്ഷേ 10-നെക്കാട്ട് കുറവാണെങ്കിൽ ആരും സപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പ്രൈസ് ഈക്വൽ ടു പ്രൈസ് എങ്ങനെ വരണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ക്വാണ്ടിറ്റി എന്തായിരിക്കണം എപ്പോഴും വരുന്നത്? ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് പ്രൈസിന്റെ കാര്യം എന്താ പറയുന്നത്? ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് നമ്മളോട് പ്രൈസിന്റെ കാര്യം പറഞ്ഞാൽ പ്രൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. അപ്പം 10-ന്റെയും 200-ന്റെയും ഇടയിലായിരിക്കണം പ്രൈസ് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി ഇതിന് നമ്മളൊന്ന് മാർക്കറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ചാലോ. ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ അല്ലേ.
ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ് അല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു 200 മൈനസ് പി. ഇപ്പൊ 200 മൈനസ് പി ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ് എത്രയാ 120 പ്ലസ് പി. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഈക്വൽ ആവുന്നുണ്ടോന്ന്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ 200 മൈനസ് പി ഈക്വൽ ടു 120 പ്ലസ് പി. ഇതിൽ നമുക്ക് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ പി രണ്ടും എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇടാം. അപ്പം നമുക്ക് 200 മൈനസ് 180 ഈക്വൽ ടു പി പ്ലസ് പി. മൈനസ് പി അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് പി ആവും അല്ലേ. അപ്പം 2p. അപ്പം 2p ഈക്വൽ ടു 200 മൈനസ് 180 എത്ര വരും? 180 അല്ല 120 ആണ് അല്ലേ. 200 മൈനസ് 120 എന്ന് പറഞ്ഞാൽ 80 വന്നു. അപ്പം പി ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈക്വൽ ടു 40. അപ്പൊ പ്രൈസ് നമുക്ക് എത്ര കിട്ടി? 40 കിട്ടി. ഇവിടെ പ്രൈസ് ഈക്വൽ ടു 40. അപ്പൊ 40 ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ദ വീറ്റ് ഇസ് 40 പെർ കിലോഗ്രാം. 40 രൂപ പ്രൈസ് ആണെങ്കിൽ നമ്മൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 40ന്റെ മേലെ വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? എക്സസ് സപ്ലൈ വരണം. 40ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? എക്സസ് ഡിമാൻഡ് വരണം. അത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. പ്രൈസ് നമുക്ക് 25 ആയിട്ട് അങ്ങ് എടുക്കാം. പ്രൈസ് കുറഞ്ഞു. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയും. അപ്പോൾ എക്സസ് ഡിമാൻഡ് വരുന്നല്ല പറഞ്ഞാൽ അത് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. പ്രൈസ് ഇക്വേഷൻ എന്തായിരുന്നു? 200 മൈനസ് പി ആണ്. അപ്പോൾ 200 മൈനസ് 25 ഇട്ടാൽ 175. ഇതെന്താ വരുന്നത്? ഡിമാൻഡ്. പ്രൈസ് നോക്കിക്കേ, സോറി സപ്ലൈ നോക്കിക്കേ, 120 പ്ലസ് 25. ആ പിയിൽ നമ്മൾ ആ 25 അപ്ലൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പം എത്ര വന്നു? ഡിമാൻഡ് ഇത്രയാണ്, സപ്ലൈ എത്ര വന്നത്? 145. അപ്പം എന്താ കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെ? എക്സസ് ഡിമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം ഇവിടെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായില്ലേ? എന്താ സംഭവിച്ചത്? പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായി? എക്സസ് ഡിമാൻഡ് ഉണ്ടായി. ഇനി പ്രൈസ് കൂടിക്കഴിഞ്ഞാലോ? നമുക്കൊന്ന് പ്രൈസ് കൂട്ടി വെച്ച് നോക്കാം. പ്രൈസ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 45 പ്രൈസ് ഇടാം. പ്രൈസ് കൂട്ടി. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ പ്രൈസിൻ്റെ സ്ഥലത്ത് 45 അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഡിമാൻഡ് ഈക്വൽ ടു 155 എന്നാൽ സപ്ലൈ ഈക്വൽ ടു 165. എന്താ കൂടുതൽ വന്ന്? സപ്ലൈ. അപ്പം എന്താ അവിടെ ഉണ്ടായത്? എക്സസ് സപ്ലൈ. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. പ്രൈസ് കൂടിക്കഴിഞ്ഞപ്പോൾ എക്സസ് സപ്ലൈ ഉണ്ടായി, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സസ് ഡിമാൻഡ് ഉണ്ടായി. നമ്മൾ ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തു, എക്സസ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്തു, എക്സസ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഡിമാൻഡിലും സപ്ലൈയിലും ഷിഫ്റ്റ് ഉണ്ടാവാം. നമ്മൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വെച്ച് ഇക്വിലിബ്രിയം ഒക്കെ കണ്ടുപിടിച്ചു. ഇനി ഡിമാൻഡോ സപ്ലൈയോ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വിലിബ്രിയം മാറില്ലേ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇക്വിലിബ്രിയം വർക്ക് ചെയ്യുന്ന ഒരു അസംഷൻ ഉണ്ട്. ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം ഓഫ് കൺസ്യൂമർ, ടെക്നോളജി, സൈസ് ഓഫ് മാർക്കറ്റ്സ്, പ്രൈസ് ഓഫ് അതർ ഇൻപുട്സ് യൂസ്ഡ്, ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു അസംഷന്റെ ബേസിൽ മാത്രമേ ഇക്വിലിബ്രിയം വർക്ക് ചെയ്യുള്ളൂ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പോയിന്റ് ഒക്കെ പറഞ്ഞു. പ്രൈസ് ഇത്രയാകുമ്പോൾ ഈ എക്സസ് ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം അതേ സംഭവം അതേ സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സിൻ്റെ കാര്യമാണെന്ന് വിചാരിച്ചോ. പെട്ടെന്ന് അതിൻ്റെ ഫാഷൻ ഔട്ടായി പ്രൈസ് ഒന്നും മാറിയില്ല, പക്ഷെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവില്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യും? എക്സസ് സപ്ലൈ വരില്ലേ? നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് മാറിപ്പോകും അല്ലേ? അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ചേഞ്ചസ് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇതെല്ലാം ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യാം. അപ്പം ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മുടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഡിമാൻഡ് കർവാണ് ഷിഫ്റ്റ് ചെയ്തത്, സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്തൂടെ? എപ്പോൾ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ സെയിം പ്രൈസ് ഒക്കെ തന്നെ, പക്ഷേ ഇൻപുട്ടിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫേംസ് കൂടുതൽ സപ്ലൈ ചെയ്തെന്ന് വരും. അപ്പോൾ എക്സസ് സപ്ലൈ വരില്ലേ? സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യില്ലേ? അപ്പം നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് മാറും. അപ്പോൾ ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫാക്ടേഴ്സ് എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡോ സപ്ലൈയോ മാറും എന്നറിയാം. അങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ആദ്യം നമ്മൾ ഡിമാൻഡ് മാറുന്ന സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഡിമാൻഡ് ഷിഫ്റ്റ് ആവുകയാണ്. ഡിമാൻഡ് കർവ് നമുക്ക് ആദ്യം ഇവിടെ ഉണ്ടായത് ഡിമാൻഡ് കർവ് മേലേക്ക് പോയി അല്ലേ? അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് വന്ന സമയത്ത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെ ആയിരുന്നു. ഇക്വിലിബ്രിയം എന്ത് ചെയ്തു? മേലേക്ക് ഷിഫ്റ്റ് ആയി അല്ലേ? ഇക്വിലിബ്രിയം പോയിന്റ് നിങ്ങൾ നോക്കിയാൽ പിന്നെ ഇവിടെ അല്ലേ ഇന്റർസെക്ട് ചെയ്യുന്നത്? അപ്പോൾ അപ്വേർഡ് ഷിഫ്റ്റ് അവിടെയും വന്നു. അതിന് ഡിമാൻഡ് കർവ് താഴേക്ക് പോവാണ്. ഇതിപ്പോൾ മേലേക്കല്ലേ പോയത്? അപ്പം എന്ത് ചെയ്തു? ഇത് മേലേക്ക് പോയി.
ഇനി ഡിമാൻഡ് കർവ് താഴേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെയാണ്, രണ്ടാമത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെ വന്നു, അതും ഡൗൺവേർഡ് മാറി. അപ്പം rightward shift in equilibrium quantity and price increase, whereas leftward shift equilibrium quantity and price decrease. Rightward ആണ് ഇത് ഷിഫ്റ്റ് ആയെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇക്വിലിബ്രിയം പ്രൈസും ഷിഫ്റ്റ് ആയി. ലെഫ്റ്റ് വേർഡ്സ് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും പ്രൈസും എന്ത് ചെയ്തു, ഡൗൺവേർഡ് ഷിഫ്റ്റ് വന്നു. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് സപ്ലൈയിൽ ഷിഫ്റ്റ് ആണ്. സപ്ലൈയിൽ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ നോക്കാം. ഇപ്പൊ സപ്ലൈ കർവ് ആദ്യം എവിടെയായിരുന്നു നോക്കിയാൽ, ഇവിടെ ഉണ്ടായിരുന്ന സപ്ലൈ കർവ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ആദ്യം ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒറിജിനൽ സപ്ലൈ കർവ് 0 ആണ്, അവിടുന്ന് മേലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മേലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? ഇനി നമ്മുടെ സപ്ലൈ കർവ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയി കഴിഞ്ഞു. ഇവിടുന്ന് താഴേക്ക് സപ്ലൈ കർവ് പോയി കഴിഞ്ഞപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ത് ചെയ്തു, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? ഇത് തന്നെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വിത്ത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ് ആൻഡ് പ്രൈസ് ഡിക്രീസസ്, വേറാസ് വിത്ത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിക്രീസസ് ആൻഡ് പ്രൈസ് ഇൻക്രീസസ്. ഇതിലും നിങ്ങൾ ചേഞ്ചസ് നോക്കിയാൽ മതി. ഇവിടെയുള്ള ഗ്രാഫിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അത് സെന്റൻസ് ആയിട്ട് മാറ്റി എഴുതിയാൽ മതി. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിച്ചപ്പം എവിടെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വന്നത്, the equilibrium quantity increases and price decreases. equilibrium quantity എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. കണ്ടോ, ക്വാണ്ടിറ്റി ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രൈസ് എന്താ സംഭവിച്ചത്, ഡിക്രീസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, മറ്റേതിൽ രണ്ടും ഒരേ വേയിലേക്ക് പോയി, ഇതെന്താണ് ഓപ്പോസിറ്റ് വേയിലേക്കാണ് ക്വാണ്ടിറ്റിയും പ്രൈസും മാറിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് നോക്കി, പ്രൈസ് സപ്ലൈ ഷിഫ്റ്റ് ചെയ്യുന്നത് നോക്കി, രണ്ടും ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് ഷിഫ്റ്റ് ആണ്, പ്രൈസ് സപ്ലൈയും ഷിഫ്റ്റ് ആണ്. അപ്പം 4 രീതിയിൽ നമുക്ക് വരാം. ഒന്നാമത്തേത് രണ്ടും എന്ത് ചെയ്യാം, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും എന്ത് ചെയ്യാം, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്കും ഡിമാൻഡ് കർവ് റൈറ്റിലേക്കും പോവാം, അല്ലെങ്കിൽ സപ്ലൈ കർവ് റൈറ്റിലേക്കും ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്കും പോവാം. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട് രണ്ടും ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പം അവിടെ വരുന്ന ചേഞ്ചസ് എന്താ നോക്കാം. ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡും സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡും രണ്ടും ഒരേപോലെ പോവുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. പ്രൈസ് മേ ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമെയിൻ കോൺസ്റ്റന്റ്. പ്രൈസ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. ഇനി ഡിമാൻഡ് കർവ് റൈറ്റിലേക്കും സപ്ലൈ കർവ് റൈറ്റിലേക്കും രണ്ടും ഒരേ പൊസിഷനിൽ ആദ്യം പോകുന്നത്. ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാം, പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കാം. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവാം. ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്കും സപ്ലൈ കർവ് റൈറ്റിലേക്കും പോവാണ്. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റിയുടെ കാര്യം നമുക്ക് ഉറപ്പില്ല, പക്ഷെ പ്രൈസ് ഡിക്രീസ് ചെയ്തിരിക്കും. ഇനി ഡിമാൻഡ് കർവ് റൈറ്റിലേക്കും സപ്ലൈ കർവ് ലെഫ്റ്റിലേക്കും പോവാണ്. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റിയുടെ കാര്യം നമുക്ക് ഉറപ്പില്ല, പക്ഷെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിരിക്കും. ഇത് നിങ്ങൾക്ക് 1 വേർഡിനോ എവിടെയെങ്കിലും ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കാം. ഒന്ന് ഇൻഡിവിജ്വലി ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇനി രണ്ടും സൈമൾട്ടേനിയസ്ലി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ജസ്റ്റ് അതൊന്ന് ഇത് മാത്രം ഒരു ടേബിൾ പോലെ എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫിക്കലി മൈൻഡിലൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗ്രാഫിക്കലി ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാലും മതി അല്ലേ. ജസ്റ്റ് ഒന്ന് വരക്കാം. ഇപ്പം സപ്ലൈ കർവിൻ്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യാം, സപ്ലൈ കർവ് ഒന്ന് ഇവിടെ ഉള്ളത് വരക്കാം, ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്, എന്നിട്ട് മേലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ, ഇവിടെ ക്വാണ്ടിറ്റി വരണം, ഇവിടെ പ്രൈസ് വരണം. ഇപ്പോൾ ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടായത് ഇവിടെയാണ് അല്ലേ, അപ്പോൾ ക്വാണ്ടിറ്റി ഇവിടുന്ന് ബാക്കിലേക്ക് പോയി, കുറഞ്ഞു. പ്രൈസ് എന്തായിരുന്നു, ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ അത് ഇവിടേക്ക് പോയി, അപ്പോൾ എന്ത് ചെയ്തു, പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് നോക്കിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. കൺഫ്യൂഷൻ ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഡിമാൻഡ് കർവിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, സപ്ലൈ കർവിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. താഴെ ക്വാണ്ടിറ്റിയാണ്, ലെഫ്റ്റിൽ പ്രൈസ് ആണ്. അപ്പോൾ വരച്ച് നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇങ്ങോട്ട് മാറുന്നു, ഡിമാൻഡ് അപ്പോർഡ് പോകുന്നു, സപ്ലൈ കർവ് ഇങ്ങോട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എവിടെയായിരുന്നു, ഇക്വിലിബ്രിയം റൈറ്റിലേക്ക് പോയി. റൈറ്റിലേക്ക് പോയ സമയത്ത് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു, പ്രൈസിൽ മാറ്റം വരുന്നില്ല അല്ലേ. ഇനി നമ്മുടെ സപ്ലൈ കർവ് ഇങ്ങോട്ട് പോയി, ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡ്സ് പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടുന്ന് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത്, അപ്പോൾ ക്വാണ്ടിറ്റി മാറുന്നില്ല,
പക്ഷെ പ്രൈസ് ഡിക്രീസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിമാൻഡ് കർവ് ഇങ്ങനെ വരും, സപ്ലൈ കർവ് ഓപ്പോസിറ്റ് വരും. അപ്പോൾ നിങ്ങളോട് പറയുന്ന അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് സംഭവിച്ചാൽ ഇക്വിലിബ്രിയം എന്ത് സംഭവിക്കുന്നു ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. താഴെ ക്വാണ്ടിറ്റി എന്ത് സംഭവിച്ചു, പ്രൈസ് എന്ത് സംഭവിച്ചു എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് വരുന്ന, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എവിടെ വരുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അല്ലേ. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്നാണ് പറയുന്നത്. പുതിയ ഫേംസ് മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുമ്പോൾ സപ്ലൈ കർവ് റൈറ്റ് വേർഡ് മാറും. എന്തുകൊണ്ടാണ് സപ്ലൈ കർവ് റൈറ്റ് വേർഡ് മാറുന്നത്? പുതിയ ഫേം വരുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യില്ലേ? അപ്പം എന്ത് ചെയ്യും? നമ്മുടെ സപ്ലൈ കർവ് മുന്നിലേക്ക് മാറും. പക്ഷെ ഡിമാൻഡ് റിമെയിൻ അൺചേഞ്ച്. എന്താ? ഫേംസേ കൂടിയിട്ടില്ലോ, വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ നമ്പർ കൂടിയിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി ഒരു ഫേം അവിടെ ഉണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഒരു ഫേം അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്, 100 യൂണിറ്റ്സ് ആണ് ഒരു ഫേം സപ്ലൈ ചെയ്യുന്നത്. ഒറ്റ ഫേമേ ഉള്ളൂ, അവരിത്ര സപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് എത്രയായിരിക്കും? ഡിമാൻഡും 100 യൂണിറ്റ്സ് തന്നെയായിരിക്കില്ലേ? ഇതൊരു സിറ്റുവേഷൻ, ഇങ്ങനെയായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്ത് അവിടെ പുതിയൊരു ഫേമും കൂടി വന്നു. അപ്പം നമ്മൾ പുതിയ ഫേം എന്ന് പറഞ്ഞാൽ അവരും പ്രൊഡ്യൂസ് ചെയ്ത് അവരും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 150 യൂണിറ്റ്സ്, ഒരു ചെറിയ ഫേം വന്നു, അവരൊരു 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 150 യൂണിറ്റ്സ് സപ്ലൈ ചെയ്തു. പക്ഷെ നമ്മൾ വാങ്ങിക്കാനുള്ള ആൾക്കാർക്ക് വ്യത്യാസമൊന്നുമില്ല അല്ലേ? അപ്പോൾ അവർ എന്ത് ചെയ്തു? 100 യൂണിറ്റ്സ് തന്നെയുള്ളൂ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എക്സസ് സപ്ലൈ വരും. ഇതന്നെ ഇവിടെ പറഞ്ഞത്, സപ്ലൈ കർവ് മാറും, എക്സസിലേക്ക് മാറും, പക്ഷെ ഡിമാൻഡ് ആണ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് കുറയും. നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സൈമൾട്ടേനിയസ് അല്ലാതെ സപ്ലൈ കർവ് മാത്രം ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രൈസ് ഡിക്രീസ് ചെയ്യും. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ? ഇതന്നെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും അല്ലേ? ആർക്കും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടോ? ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം എല്ലാവർക്കും ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു ഫേമിനും പുതിയതായിട്ട് എൻ്റർ ചെയ്യാൻ തോന്നില്ല. ബിക്കോസ് അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് സപ്ലൈ ഉണ്ടാവും. എക്സസ് സപ്ലൈ ഉണ്ടായി കഴിഞ്ഞാൽ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറയും. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രോഫിറ്റും കുറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും എൻ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി നോർമൽ പ്രോഫിറ്റിൽ കുറവാണ് പ്രോഫിറ്റ്. ഇപ്പം ഇങ്ങനെ സംഭവിച്ചു, പ്രൈസ് കുറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പ്രൈസ് കുറയും അല്ലേ? പ്രൈസ് ഫോൾ ഉണ്ടാവും. പ്രൈസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കാം? പ്രൈസ് കുറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. പ്രോഫിറ്റ് ഉണ്ടാവാതിരിക്കുമ്പം ഈ പറഞ്ഞ പുതിയ വന്ന ഫേമൊക്കെ തിരിച്ചു പോകും. തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? പിന്നെ അവിടെ 100 യൂണിറ്റ്സ് തന്നെയാവും. പുതിയ ഫേമൊന്നും ഇല്ല അല്ലേ? പിന്നെയും അവിടെ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ പിന്നെയും ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ പ്രൈസ് കുറഞ്ഞ സമയത്ത് ഫേം തിരിച്ചു പോയി കഴിഞ്ഞപ്പം പിന്നെ യൂണിറ്റ് സപ്ലൈ കുറഞ്ഞു അല്ലേ? പിന്നെയും സപ്ലൈ കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവിടെ ഡിമാൻഡിന് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്ന സമയത്ത് പ്രൈസ് കൂടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് അവസാനം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിൽ തന്നെ എത്തി വരും. ഇതിന് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയും നമ്മൾ എക്കണോമിക്സിൽ പറയുമ്പോൾ. ഇത് ആരാ ഇത് ചെയ്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കൊണ്ട് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചതാരാ? ആരുമല്ല അല്ലെ? അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിച്ചു. അതുകൊണ്ട് വർക്ക് ഓഫ് എൻ ഇൻവിസിബിൾ ഹാൻഡ് എന്നാണ് നമ്മൾ എക്കണോമിക്സിൽ ഇതിനെ പറയുന്നത്. ഇപ്പോൾ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സംഭവിക്കുമോ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവിടെ ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും പോവാം. ഇപ്പൊ പുതിയൊരു ഫേമിന് എൻറ്റർ ചെയ്യാൻ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു സംഭവം അവിടെ നടക്കത്തേ ഇല്ല അല്ലെ? ഇങ്ങനൊരു സംഭവത്തിന്റെ ആവശ്യമില്ല. പുതിയൊരു ഫേം വരുന്നു, സപ്ലൈ കൂടുന്നു, പിന്നെയും തിരിച്ചു പോകുന്നു, ഇതൊന്നും ആവശ്യമില്ല അല്ലെ? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഇൻവിസിബിൾ ഹാൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഫേമിന് എക്സിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചോ, അവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻവിസിബിൾ ഹാൻഡ് വർക്കില്ല. അതേപോലെ തന്നെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് ഇങ്ങനെയല്ല ആയിരിക്കും ഡിറൈവ് ആവുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ നോർമലി അവിടെ പ്രൈസ് വരുന്നത് മിനിമം ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും പ്രൈസ് വരാം. നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസിലേക്ക് തന്നെ പിന്നെയും തിരിച്ചു പോകുന്നില്ലേ? പ്രൈസ് സപ്ലൈ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രൈസ് കുറയുന്നു. ഇനി സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് കൂടുന്നു. ഇങ്ങനെ കുറഞ്ഞും കൂടിയും അവസാനം ആ പ്രൈസ് ഒരു പോയിന്റ് ഫിക്സ് ആവുന്നു. ഈ പ്രൈസ് നമ്മുടെ മിനിമം ആവറേജ് കോസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞില്ല ഓൾറെഡി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് 3 കണ്ടീഷൻസ് വെച്ചിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. പ്രൈസ് ഈക്വൽ ടു മിനിമം ആവറേജ് കോസ്റ്റിൽ കിടക്കും അല്ലേ?
ആവറേജ് റവന്യൂ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഗ്രാഫിക്കലി ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ആ ഒരു പോയിന്റിലാണ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കേ, പ്രൈസ് ലൈൻ ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ പ്രൈസ് ലൈൻ. ഓക്കെ, പ്രൈസ് ലൈൻ വരുന്ന സമയത്ത് ഡിമാൻഡ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഡിമാൻഡിനും ആ ക്വാണ്ടിറ്റി ഇതായിരിക്കും നമ്മുടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് വരുന്നത്. ഇതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സപ്ലൈ മാറുന്നതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇനി പ്രൈസ് ഡിറ്റർമിനേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈസ് ഈക്വൽ ടു മിനിമം ആവറേജ് കോസ്റ്റ് ആണെന്ന്. അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്തെന്ന് നോക്കാം. ഇപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 200 മൈനസ് പി, നമ്മൾ നേരത്തെ എടുത്ത സെയിം ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി സപ്ലൈഡ് നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ് 10 പ്ലസ് പി എന്ന് പറഞ്ഞൊരു സപ്ലൈ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈക്വൽ ടു 10 പ്ലസ് പി എന്നുള്ളൊരു പോയിന്റ് എടുത്തു. അപ്പോൾ 20ക്കും 200നും ഇടയിലാണ് നമുക്കിവിടെ പ്രൈസ് വരേണ്ടത് അല്ലേ. പ്രൈസ് നമ്മൾ 20 to 200 ഇവിടെ പറഞ്ഞു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൈസ് 20 എന്നുള്ളൊരു പോയിന്റ് നോക്കാം. അപ്പോൾ പ്രൈസ് 20 എടുക്കുകയാണെങ്കിൽ നമ്മളെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 180 ആയിരിക്കും. ക്വാണ്ടിറ്റി ഡിമാൻഡ് 180 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ നമുക്ക് പ്രൈസ് 20 ആയിരിക്കുമ്പോൾ എത്ര ഫേംസ് വേണം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ 10 പ്ലസ് 20 30 വന്നു. അപ്പോൾ 30 വരുവാണെങ്കിൽ നമുക്ക് എത്ര ഫേംസ് വേണം ഇത്രയും സപ്ലൈ ചെയ്യാൻ വേണ്ടി? സപ്ലൈ ചെയ്യുന്ന ഒരു ഫേം 30 സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഡിമാൻഡ് 180 ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് 6 ഫേംസ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 6 ഫേംസ് അവിടെ ഉള്ളപ്പം നമുക്ക് പ്രൈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആ പ്രൈസ് ഇക്വിലിബ്രിയം പോയിന്റിൽ നിൽക്കും. 6 ഫേമിൽ കൂടുന്നേരം എന്ത് ചെയ്യും? സപ്ലൈ കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലി അവർ എക്സിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നമുക്ക് പ്രൈസ് അപ്പം കുറയും. 6 ആയതുകൊണ്ടാണ് നമ്മുടെ പ്രൈസ് 30ൽ കിടക്കുന്നത്. 30 ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്. 6 ആകുമ്പോൾ മാത്രമേ ഇത് 30ൽ കിടക്കുള്ളൂ. ഇത് 7 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് മാറില്ലേ? ഇവിടെ 7 ആവണമെങ്കിൽ നമ്മളെ പ്രൈസ് കുറയണ്ടേ, എന്നാൽ മാത്രമല്ലേ 7 ആവാൻ പറ്റുള്ളൂ ഇക്വിലിബ്രിയം പോയിന്റിൽ. അപ്പോൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവിടെ എക്സിറ്റ് ചെയ്യും. ഇനി ഇത് 5 ആയി പോയി കഴിഞ്ഞാൽ പ്രൈസ് കൂടും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? സപ്ലൈ കൂടും. സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ അവിടെ എക്സസ് സപ്ലൈ വരും. എക്സസ് സപ്ലൈ വന്നു കഴിഞ്ഞാൽ പ്രൈസ് പിന്നെ ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റിൽ സംഭവിക്കുന്നത്. സെയിം തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഒരു പോയിന്റ് വരുന്ന പ്രൈസ് സീലിംഗ് ആണ്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്യും. ചില ഗുഡ്സിന്റെ കേസിൽ മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ്, റൈസ്, കെറോസിൻ, ഷുഗർ എന്നൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിന്റെ കേസിൽ മാർക്കറ്റ് പ്രൈസിന് താഴെയാണെങ്കിൽ സം സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ദിസ് ഗുഡ്സ്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആൾക്കാർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ നെസസിറ്റീസ് ആണ് അല്ലേ. റൈസ്, കെറോസിൻ ഇങ്ങനെയുള്ള നെസസിറ്റീസ് വരുവാണ്. ഇപ്പം നെസസിറ്റീസിൻ്റെ പ്രൈസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കില്ല? ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സമയത്ത് ഗവൺമെൻറ് പറയാണ് ഇതിന് ഈ പ്രൈസിൻ്റെ മേലെ നമ്മൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യും. ഇതാണ് മാക്സിമം പ്രൈസ്. ഇതിനാണ് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞത് നെസസിറ്റീസിൻ്റെ കേസിൽ. അപ്പോൾ പ്രൈസ് സീലിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? പ്രൈസ് നമ്മൾ മാക്സിമം ഇത്രയും ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. പക്ഷെ ചില സമയത്ത് പ്രൈസ് താഴെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പക്ഷെ സപ്ലൈ കുറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ വരും. ബട്ട് അത് ഗവൺമെൻറ് അത് റെഗുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആർ P1 and Q1 റെസ്പെക്റ്റീവ്ലി. Imposition of price ceiling at PC gives rise to excess demand in the wheat market. അപ്പോൾ വീറ്റ് മാർക്കറ്റിൽ എക്സസ് ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ആവും പ്രൈസ് കുറയുന്ന സമയത്ത്. ഇനി പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യാണ് ചില ഗുഡ്സ് ആൻഡ് സർവീസസിൽ. അപ്പം മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യുന്ന മോസ്റ്റ്ലി അഗ്രികൾച്ചർ പ്രൈസ് സപ്പോർട്ട് മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്. അഗ്രികൾച്ചറിസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി അവരത് സെല്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മാർക്കറ്റിൽ വില ഇല്ല, അത്രയും വില കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം? അവർക്ക് ലോസസ് വരും അല്ലേ. അപ്പോൾ ഈ ലോസ് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് പറയാണ് ഈ ഒരു പ്രോഡക്റ്റ് മിനിമം ഈ പൈസക്കെങ്കിലും വിൽക്കണം. ഇപ്പോൾ പൈസ കുറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറയും. പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പ്രൈസ് വിൽക്കുമ്പം പൈസ 2 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അവർക്ക് പോവർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വരും.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് പറയുകയാണ് ഈ ഒരു പ്രൈസിലെങ്കിലും ഇത് സെല് ചെയ്തിരിക്കണം, മിനിമം ഇത്രയാണ്, ഇതിൽ കുറച്ചിട്ട് സെല് ചെയ്യാൻ പാടില്ല എന്ന് ചില സമയത്ത് പറയും. ഇതിനാണ് നമ്മൾ പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ആണ് ഇത് സെറ്റ് ചെയ്യുന്നത്, മിനിമം പ്രൈസ് ഫോർ സം ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ അത് ഏതിനാന്ന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ചെയ്യുന്നത് അഗ്രികൾച്ചർ പ്രൈസ് സപ്പോർട്ട് മെക്കാനിസത്തിന്. പിന്നെ വേജസിൻ്റെ കേസിലും നമ്മൾ ചെയ്യും. വേജസിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മിനിമം വേജ് ഫിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാമല്ലോ, ലീഗലി അത് മിനിമം വേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞ പൈസക്ക് ആ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലേബറേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. മിനിമം അവർക്ക് ഇത്രയെങ്കിലും കൊടുത്തിരിക്കണം. എക്സ്പ്ലോയിറ്റേഷൻ തടയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൈസ് ഫ്ലോർ ഫിക്സ് ചെയ്യുന്നത്. പ്രൈസ് ഫ്ലോർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഡിമാൻഡും സപ്ലൈയും കട്ട് ചെയ്ത് ഇവിടെ വന്നു. പക്ഷെ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് P1-ലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, എക്സസ് സപ്ലൈ ഉണ്ടാവും, എക്സസ് സപ്ലൈ സിറ്റുവേഷൻസ് വരും. ഇപ്പോൾ പ്രൈസ് ഫ്ലോർ നോക്കാം, എന്താ എഫക്റ്റ് ഉണ്ടാവുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം Pയും Qയിലാണ്, പക്ഷെ പ്രൈസ് ഫ്ലോർ ഫിക്സ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യും, എക്സസ് സപ്ലൈ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതാണ് അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ള രീതിയിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. എന്താ പ്രൈസ് സീലിംഗ്, എന്താ പ്രൈസ് ഫ്ലോർ, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മോസ്റ്റ്ലി ചോദിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പം മെയിൻലി ഇതിൽ നിന്ന് ചോദിക്കുന്നത് എന്താണ് ഇക്വിലിബ്രിയം, എക്സസ് സപ്ലൈ എന്താണ്, എക്സസ് ഡിമാൻഡ് എന്നാണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോയിന്റ് ആലോചിക്കാം, മാർക്കറ്റ് സപ്ലൈ ഈക്വൽ ടു മാർക്കറ്റ് ഡിമാൻഡ്. ഇനി ഇതിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എക്സസ് സപ്ലൈ ഉണ്ടാവും, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സസ് സപ്ലൈ ആണ് വരുന്നത്. ഓക്കെ, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സസ് ഡിമാൻഡ്. ഈ 2 പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ നമുക്ക് ഷിഫ്റ്റ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. എക്സസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വേഷൻ വെച്ച് ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഷിഫ്റ്റ് വരുന്ന സമയത്തുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഷിഫ്റ്റ് വരുമ്പോൾ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് നമ്മുടെ ടേബിൾ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഷിഫ്റ്റ്, ഡിമാൻഡ് റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡും പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സപ്ലൈ റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡും പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൂടി ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേബിളിനകത്ത് തന്നെ ഒന്ന് എഴുതി വെച്ചിട്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സൈമൾട്ടേനിയസ് ഷിഫ്റ്റിൻ്റെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് റഫായിട്ടൊന്ന് വരച്ച് നോക്കിയാൽ മതി. ഒന്നും ബൈഹാർട്ട് പഠിക്കണ്ട, ടേബിളും വരയ്ക്കണ്ട, ഒന്നും വേണ്ട. സപ്ലൈയും ഡിമാൻഡും കൂടി കട്ട് ചെയ്യുന്ന എവിടെയാണ്, അതിന് ഇക്വിലിബ്രിയം മാർക്ക് ചെയ്യാം. നിങ്ങളോട് പറയുന്ന ഡിമാൻഡ് അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഒരു ഡിമാൻഡ് കർവും കൂടി വരക്കുക. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് നോക്കുക, അതിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻക്രീസ് ആണോ പോയത്, ഡിക്രീസ് ആണോ പോയത്. ഇനി ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ പ്രൈസ് എപ്പോഴും ഇക്വിലിബ്രിയം പോയിന്റിൽ നിൽക്കും, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എപ്പോഴും ഈക്വൽ ആയിട്ട് നിൽക്കും. ബിക്കോസ് പുതിയ ഫേംസ് വരുമ്പോൾ എക്സസ് സപ്ലൈ വരും. എക്സസ് സപ്ലൈ വരുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയാം അല്ലേ, സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് കുറയും. അപ്പോൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫേംസ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ അതങ്ങ് എപ്പോഴും ബാലൻസ് ആയി പോകുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ പഠിച്ചത് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ആകെ നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തത് ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ സപ്ലൈ, പിന്നെ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ഇൻ പ്രൈസ്, പിന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രൈസ് എങ്ങനെ ഫിക്സ് ആവുന്നു, ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു, പിന്നെ പ്രൈസ് ഫ്ലോർ എന്താണ്, പ്രൈസ് സീലിംഗ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. ഇപ്പം സിമ്പിളായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ്, വേറെ കൂടുതലൊന്നും പഠിക്കാനില്ല. ഈ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ സപ്ലൈ, സൈമൾട്ടേനിയസ് ഷിഫ്റ്റ്. അത് നിങ്ങൾ വരച്ച് നോക്കി തന്നെ ചെയ്താൽ മതി. ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാറിപ്പോൾ. നിങ്ങൾ പക്ഷേ ടേബിൾ ഒന്ന് വരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ അതിലൊന്ന് എഴുതി വെച്ചു. ഇൻ കേസ് നമ്മൾ ലാസ്റ്റ് കയറുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് റെഫർ ചെയ്യാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ടേബിൾ വരച്ച് നോക്കിയിട്ട് ഗ്രാഫ് ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കിയിട്ട് മാത്രം എഴുതിയാൽ മതി, കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ, ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അല്ലേ. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പറാണ്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ താഴെയാണ്. അപ്പോൾ അത് മാക്സിമം പ്രൈസ്, ഇത് മിനിമം പ്രൈസ്. അപ്പോൾ പ്രൈസ് മാർക്കറ്റ് പ്രൈസിനെ കാട്ടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം, മാർക്കറ്റ് പ്രൈസിനെ കാട്ടിയും കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ ഇതിലുള്ളൂ. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്റർ നമ്മൾ ഒന്നും കൂടി ഇനി എക്സാമിന് തലേന്ന് അല്ലേ, നിങ്ങളുടെ എക്സാം എപ്പോഴാണ് വരുന്നത് അതിന് തൊട്ട് തലേന്ന് രാത്രി നമുക്കിവിടെ
ഈവനിങ് മുതൽ നമുക്ക് മാരത്തോൺ ക്ലാസ് ഉണ്ടാകും. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ മറക്കാതെ. ഫ്രണ്ട്സിനോടൊക്കെ പറയാം അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരുമിച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരും. ആ സമയത്ത് നിങ്ങൾ ഇന്ന് പഠിച്ചതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അന്നേരം പറയാം. അതേപോലെ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഓൾറെഡി നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ നോട്ട്സ് നമുക്ക് അന്നേരം ഒന്നും കൂടി റെഫർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാം തറവായി നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റിവിഷനിൽ ഒന്നുകൂടി കാണാം. മാരത്തോൺ റിവിഷനിൽ ഈ ചാപ്റ്റർ ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ.